ഹോട്ടൽ റഗാലിയ ഇൻ കൽപ്പറ്റ. ഇത് വന്നിട്ട് നമ്മുടെ വയനാട്ടിലുള്ള ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ വഴി വന്നിട്ട് എനിക്ക് തോന്നുന്നു ടെമ്പോ ട്രാവലർ അങ്ങനത്തെ വണ്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ. ബസ്സുകൾ വന്നിട്ട് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണ്ടി വരും ഉള്ളിലോട്ട് വരാൻ. നമ്മൾ കാറായിട്ടാണ് പോയത്. പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ഫോട്ടോസ് കാണുന്ന അതേ പ്രോപ്പർട്ടി തന്നെയായിരുന്നു. പലതും വന്നിട്ട് ഓൺലൈനിൽ ഒരു ഫോട്ടോ നമ്മൾ ചെല്ലുമ്പോൾ എൻ്റെർലി ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പണ്ടത്തെ ഏതോ ഒരു ഫോട്ടോസൊക്കെയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഇവരെ വന്നിട്ട് ആ പച്ചപ്പും ആ പൂളും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് പക്കയായിരുന്നു. പിന്നെ നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഒരു വാനര ടീം തന്നെ പൂളും അതുപോലത്തെ അവിടുത്തെ വില്ലേജൊക്കെ കൈകയറിയിട്ടുണ്ടായിരുന്നു. ആശന്മാർ ഫുൾ ചില്ലിങ് ആയിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. പിന്നെ വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ചുറ്റും ഫുൾ ചെടികളും പച്ചപ്പും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ക്വയറ്റ് ആംബിയൻസ് ആയിരുന്നു. ടൗണിനടുത്താണെങ്കിലും നല്ല ക്വയറ്റ് ആംബിയൻസ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് അതുപോലെ സ്റ്റാഫുകൾ അവരെടുത്ത് പറയണം, നമ്മൾ എന്തൊരാവശ്യമായിട്ട് വിളിച്ചാലും അവർ അത്രയും പോസിറ്റീവ് റെസ്പോൺസാണ്. ഫുൾ സപ്പോർട്ടായിരുന്നു. നമ്മൾ എന്താവശ്യത്തിനും അത്രയും പ്ലസൻ്റ് ആയിട്ടാണ് നമ്മളോട് അവർ ബിഹേവ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ റൂം വന്നിട്ട് ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു. നമുക്ക് സ്റ്റെപ്പ് അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് കയറാം. നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്ത സമയത്ത് റിസപ്ഷനിസ്റ്റിൻ്റെ ഒപ്പം പോയ കാരണം സ്റ്റെയർസ് ഉപയോഗിച്ചിട്ടാണ് കയറിയത്. പിന്നെ ഇതൊക്കെ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തുനിന്ന് കാണാനുള്ള വ്യൂസാണ്. നമ്മുടെ റൂം ഓൾറെഡി അവർ തുറന്ന് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ട്രീബോനാകുമ്പോൾ പ്രത്യേകിച്ചാൽ ഈ കിടക്കയിൽ വിരിച്ചിട്ടുള്ള തുണി അതുപോലെ ആ കുഷ്യൻ പില്ലോസ് കാര്യങ്ങളൊക്കെ കളേർഡായിരിക്കും. അത് നല്ലൊരു രസമാണ്. മൊത്തത്തിൽ ആ റൂമിൻ്റെ ആംബിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്. പിന്നെ അതിൽ വന്നിട്ട് നല്ല ബെഡായിരുന്നു. അതുപോലെ ടവൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചാർജിങ് പോർട്ട് അതുപോലെ ഒരു ചെറിയ കബോർഡ്, കെറ്റിൽസ്, ഒരു കുപ്പി വെള്ളം, ഗ്ലാസസ്, അതുപോലെ തന്നെ ചായ ഉണ്ടാക്കാനുള്ള സാധനം, കാപ്പി ഉണ്ടാക്കാനുള്ള സാധനം, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് വന്നിട്ട് നല്ല അടിപൊളി സാധനമായിരുന്നു. പക്ഷേ പുറത്തേക്കുള്ള വ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഉള്ളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ പൂളിൻ്റെ ഭാഗം കാണുന്ന രീതിയിലുള്ളതൊക്കെ അവർ ഡിസൈനിൽ പെട്ട് പോയി കാരണം ഫുള്ള് കാണാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ബാത്റൂമിൽ അവിടെയൊക്കെ ട്രീബോൻ്റെ സ്ഥിരം ആ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാത്റൂം വന്നിട്ട് നല്ല അടിപൊളി സ്പേഷ്യസ് ആയ ബാത്റൂമായിരുന്നു. ക്ലീൻ ആൻഡ് ടൈഡി ആയിരുന്നു. ട്രീബോൻ്റെ പ്രത്യേകിച്ച് അവർ സോപ്പോ കാര്യങ്ങളൊന്നും തരാറില്ല. നമുക്ക് ഷവർ ജെല്ല് അതുപോലെ അങ്ങനത്തെ ജെൽ രൂപത്തിലുള്ള സാധനങ്ങളായിരിക്കും. സോപ്പായിട്ട് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് ഡെൻ്റലും വന്നിട്ട് ഇതുപോലെ ബ്രഷും പേസ്റ്റൊക്കെ പാക്കറ്റിലായിരിക്കും. ഇത് വന്നിട്ട് നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ്. ഈ റൂമിൻ്റെ റോഡ് സൈഡിൽ ഒരു ഓഷ്യൻ എന്നാന്ന് തോന്നുന്നു ഒരു വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. കൃത്യമായി നമുക്കറിയില്ല, ഫുൾ നെയിം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ പ്രോപ്പർട്ടിക്കുള്ള ഒരു കിടിലം വ്യൂവും കാര്യങ്ങളുണ്ട്. അവരുടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ റോഡിലൂടെ വണ്ടി പോകുന്നതും മുകളിലൊരു കുഞ്ഞി കുന്നും അതിനുള്ള അമ്പലമൊക്കെ കാണാം. ഇത് വന്നിട്ട് നമ്മൾ നൈറ്റ് സമയത്ത് പുറത്തിറങ്ങിയപ്പോൾ എടുത്തായിരുന്നു. നൈറ്റ് വന്നിട്ട് കിടിലനായിരുന്നു. അവിടെ മറ്റേ നേരത്തെ കണ്ട വില്ലാസിലൊക്കെ ഫാമിലീസ് ചെക്ക് ഇൻ ചെയ്ത് പിള്ളേരൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പൂളിൽ. രാത്രി 10 മണി 10:30 കാണുന്ന വിഷ്വൽസാണ് ഇതൊക്കെ. ആ സമയത്താകുമ്പോഴേക്കും പ്രോപ്പർട്ടി വന്നിട്ട് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഫുള്ള് വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മോർണിംഗിൽ നമ്മൾ ഒന്നും കൂടി പ്രോപ്പർട്ടി ചെക്ക് ഔട്ട് ചെയ്തപ്പോൾ അവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ. പിന്നെ നമ്മൾ ഈ ബുക്ക് ചെയ്ത എമൗണ്ടിൽ വന്നിട്ട് നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇഡ്ഡലി അതുപോലെ തന്നെ സാൻഡ്വിച്ച്, ബ്രെഡ് ഒക്കെ ആയിരുന്നു നമുക്ക് കോംപ്ലിമെൻ്ററി കിട്ടിയിരുന്നു. അത് നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ ട്രീബോ ക്ലബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് റൂം ബുക്ക് ചെയ്തത്. നമുക്കൊരു 1470 രൂപയാണ് ഇൻക്ലൂഡിങ് ടാക്സ് വന്നത്. അപ്പോൾ ഇതൊരു പേഴ്സണൽ റിവ്യൂ ആണ്.